നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ മറ്റൊരു വിഷുക്കാലം കൂടി വരവായി. ഏപ്രിൽ 15 ബുധനാഴ്ച നമ്മൾ കണി കണ്ടുണരാൻ കാത്തിരിക്കുന്ന വിഷു എത്തുകയാണ്. നമ്മൾ മലയാളികൾക്ക് ഓണം പോലെ തന്നെ പ്രാധാന്യമുള്ള ആഘോഷമാണ് വിഷു. കണിക്കൊന്ന പൂവും കണിവെള്ളരിയും തെളിഞ്ഞ നിലവിളക്കും ചേരുന്ന സമൃദ്ധിയുടെ മഞ്ഞ നിറം പകർന്നാണ് ഓരോ വിഷുക്കാലവും കടന്നു പോകുന്നത്. നമുക്ക് വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നിറയുന്നത് വല്ലാത്തൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല പ്രതീക്ഷകളും അതിനോടൊപ്പമുണ്ട്. വരും വർഷം ഏറ്റവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു വർഷമായി തീരാൻ അത്രമേൽ ആഗ്രഹത്തോടെയാണ് ഓരോ വിഷുവും കണി കണ്ടുണരാൻ നമ്മൾ കാത്തിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾക്കറിയാം ഏപ്രിൽ 14 മിക്കവാറും നമ്മൾ വിഷു ആഘോഷിക്കുക അല്ലേ. ഈ പ്രാവശ്യം അത് ഏപ്രിൽ 15 വന്നത് എന്തുകൊണ്ടാണെന്ന് പലർക്കും സംശയമുണ്ട്. നമ്മൾ വിഷു ആഘോഷിക്കുന്നത് മേടസംക്രമം അടിസ്ഥാനമാക്കിയാണ് കേട്ടോ. അതായത് സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് നമ്മൾ മേടസംക്രമം എന്ന് പറയുന്നത്. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 മേടരവി സംക്രമം നടക്കുന്നത്. അതായത് ഏപ്രിൽ 14 സൂര്യോദയ സമയത്ത് മേടം രാശി തുടങ്ങുന്നില്ല. ജ്യോതിഷ നിയമപ്രകാരം സൂര്യോദയത്തിന് മേടസംക്രമം നടക്കുകയാണെങ്കിൽ കണി കാണേണ്ടത് തൊട്ടടുത്ത ദിവസത്തെ സൂര്യോദയത്തിലാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത്തവണ ഏപ്രിൽ 15 ബുധനാഴ്ച നമ്മൾ കണി കാണുന്നത്. ഏപ്രിൽ 15 ബുധനാഴ്ച പുലർച്ചെയുള്ള ബ്രാഹ്മ മുഹൂർത്തം ഏറ്റവും ശ്രേഷ്ഠമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ രാവിലെ 4:30 മുതൽ 6 വരെയുള്ള സമയത്ത് കണി കാണുന്നത് വളരെയധികം ഐശ്വര്യം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഈ ചില ക്ഷേത്രങ്ങളിൽ ഏപ്രിൽ 14 തന്നെ ചടങ്ങുകൾ നടന്നേക്കാമെങ്കിലും നമ്മുടെ വീടുകളിൽ ഐശ്വര്യത്തിനായി ഏപ്രിൽ 15 ബുധനാഴ്ച രാവിലെ തന്നെ കണി കണ്ടുണരാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിഷു കണി ഒരുക്കുന്നതിലെയും അതിനു മുൻപായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് കേട്ടോ ഈ വീഡിയോ. നിങ്ങൾ കുറേ വിഷു വീഡിയോ ഒക്കെ കണ്ടു മടുത്തിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ അമ്മ പറയുന്നത് പോലെ നിങ്ങൾ യൂട്യൂബുകാരൊക്കെ പറഞ്ഞിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് ഈ വിഷു കണിയൊക്കെ ഒരുക്കാനായിട്ട്. ഇതൊക്കെ നമ്മൾ എത്ര വർഷമായിട്ട് ചെയ്യുന്നതാ കുഞ്ഞുങ്ങളെ എന്ന് പറയും പോലെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയം തോന്നുമായിരിക്കും. എങ്കിലും ആദ്യമായി കണി ഒരുക്കുന്ന ചിലരുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ പ്രാദേശികമായ ചില വ്യത്യാസങ്ങൾ കണിയൊരുക്കുന്നതിൽ ഉണ്ടാവാറുണ്ട്. ചിലതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഒരുക്കി വെക്കാൻ വിട്ടുപോകാറുണ്ട്. അപ്പോൾ ഇതേപോലുള്ളൊരു വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ എല്ലാവർക്കും അതൊക്കെ ഒന്ന് ഓർമ്മയിൽ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും കണി ഒരുക്കാനൊക്കെ അറിയാം, എല്ലാ വർഷവും ചെയ്യുന്നതല്ലേ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ പ്രയോജനകരമാവും. വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണിയും വിഷു കൈനീട്ടവും വിഷു സദ്യയും വിഷു കളിയും വിഷു ഫലവും ഒക്കെയാണല്ലേ. ഇതിൽ വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനം. ഇവിടെയാണ് സ്ത്രീകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യവും. വിഷു കണിയെ ആശ്രയിച്ചിട്ടാണ് ഇനി മുൻപോട്ടുള്ള ഒരു വർഷത്തെ ഫലം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിഷു കണിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. ഈ വിഷു കണി ഒരുക്കുന്നതിന് ഒരു സമയമുണ്ടോ? സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ കണി ഒരുക്കലിലുണ്ട് കേട്ടോ. ഇതെല്ലാം വിശദമായിട്ട് പറയുന്നൊരു വീഡിയോ ആണിത്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കണി ഒരുക്കുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിയാൽ അനർത്ഥമാകുമെന്നാണ് ഫലം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തലേ ദിവസം തന്നെ നമ്മൾ വീടും പരിസരവും ഏറ്റവും ശുചിയായിടുക എന്നുള്ളത്. മത്സ്യ മാംസാദികൾ അന്നേ ദിവസം ഒരിക്കലും വീടുകളിൽ എടുക്കാൻ പാടില്ല. അതായത് തലേ ദിവസം ആയ ഏപ്രിൽ 14 ചൊവ്വാഴ്ച ദിവസത്തെ കാര്യമാണ് പറയുന്നത്. തലേ ദിവസം തന്നെ നമ്മൾ നിലവിളക്ക്, ഓട്ടുരുളി, ഭഗവാന്റെ വിഗ്രഹം തുടങ്ങി കണിക്ക് ഉപയോഗിക്കേണ്ട എല്ലാ വസ്തുക്കളും വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ചിലർ വിഷു ദിവസം വെളുപ്പിനെ കണി ഒരുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഇനി രാത്രി അത്താഴമൊക്കെ നേരത്തെ കഴിക്കുക കേട്ടോ. അന്ന് ചിലർ ഒരിക്കലെടുക്കും തലേ ദിവസം. അങ്ങനെയുള്ളവർക്ക് രാത്രിയിൽ പഴമോ മറ്റോ കഴിക്കാവുന്നതാണ്. വയ്യാത്ത അമ്മമാർ അതിരാവിലെ കണിവിളക്ക് കൊളുത്തേണ്ട അമ്മമാർ ആരോഗ്യമനുസരിച്ച് വേണം കേട്ടോ ഒരിക്കലൊക്കെ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആഹാരം കഴിക്കാവുന്നതാണ് നമ്മൾക്ക്. അന്നേ ദിവസം രാത്രി നേരത്തെ തന്നെ എല്ലാവരും അത്താഴം കഴിക്കാനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കള പൂർണ്ണമായിട്ടും ശുചിയാക്കണം രാത്രി വളരെ നേരത്തെ തന്നെ കേട്ടോ. അതായത് തലേദിവസത്തെ കാര്യമാണ് ഇത് പറയുന്നത്. അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന അമ്മ, അതായത് കണി ഒരുക്കുന്നത് ആരാണോ ആൾ, മുതിർന്ന സ്ത്രീ, വീട്ടിലെ മുതിർന്ന സ്ത്രീ കണി ഒരുക്കണം എന്നാണ് പറയുന്നത്. അമ്മമാർക്ക് അതിരാവിലെ എഴുന്നേൽക്കാനും കണി ഒരുക്കാനും ഒക്കെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ ആരാണോ കണി ഒരുക്കുന്നത് അവർ പിന്നീട് അടുക്കളയിലേക്ക് കയറാൻ പാടില്ല. അതായത് തലേദിവസം നമ്മൾ അടുക്കളയിൽ എല്ലാവരും നേരത്തെ ഒന്ന് ഭക്ഷണം കഴിക്കും
വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം പാത്രമെല്ലാം, ഒരു പാത്രം പോലും കഴുകാനൊന്നും ബാക്കിയാക്കാതെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്ന കണിയൊരുക്കുന്ന ആൾ പിന്നീട് അടുക്കളയിലേക്ക് കയറാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് അത്താഴം കഴിഞ്ഞ് അടുക്കള പൂർണ്ണമായും വൃത്തിയാക്കിയതിന് ശേഷം രാത്രി വെള്ളം കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നേരത്തെ വെള്ളമെടുത്ത് മുറിയിൽ കൊണ്ടുവയ്ക്കാനൊന്ന് ശ്രദ്ധിക്കണേ കേട്ടോ. അതിനുശേഷം പോയി കുളിച്ച്, ദേഹം മാത്രം കുളിച്ചാൽ പോരാ കേട്ടോ, നെറുകയിൽ വെള്ളമൊഴിച്ച് നമ്മൾ മുങ്ങിക്കുളിക്കുന്ന അതേ ശുദ്ധിയോട് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ഭക്തിപൂർണമായ മനസ്സോടെ പ്രാർത്ഥനകളോടെ നമ്മൾക്ക് കണി ഒരുക്കാൻ തുടങ്ങാം. നമ്മൾ കണിയൊരുക്കുന്ന സ്ഥലം അല്പം മഞ്ഞൾ കലർന്ന വെള്ളമോ പനിനീരോ തളിച്ചോ ശുദ്ധിയാക്കണേ കേട്ടോ. ആദ്യം ഒരിക്കലും വെറും തറയിൽ കണി ഒരുക്കരുതെന്നാണ് പറയുന്നത്. ഒരു പായ വിരിച്ചിട്ട് അതിന് മുകളിൽ ശുദ്ധിയുള്ള ഒരു മുണ്ട് വിരിച്ചിട്ട് നമ്മൾക്ക് കണി ഒരുക്കാം. ഓട്ടുരുളിയിൽ ഉണക്കലരി 3/4 ഭാഗത്തോളം നിറച്ച് അതിന് മുകളിൽ നല്ല മഞ്ഞ നിറമുള്ള കണി വെള്ളരി, ചക്ക, മാങ്ങ, മാമ്പഴം, കദളിപ്പഴം, മറ്റു ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, നാളികേരം, വാൽക്കണ്ണാടി, കോടിമുണ്ട്, വെച്ചില, അടയ്ക്ക, സ്വർണം, നാണയങ്ങൾ, ഗ്രന്ഥം, കൺമഷി, കുങ്കുമച്ചെപ്പ് ഇവയെല്ലാം വയ്ക്കാവുന്നതാണ്. അഷ്ടമംഗല്യമുണ്ടെങ്കിൽ അതും വയ്ക്കാവുന്നതാണ്. ഉരുളിയിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വേറൊരു തളികയിലോ ട്രേയിലോ പാത്രത്തിലോ ഒക്കെ നമ്മൾക്ക് ബാക്കി വയ്ക്കാവുന്നതാണ്. തൊട്ടടുത്ത് ഒരു ചെറിയ പറയിലോ ട്രേയിലോ നമുക്ക് നെല്ല് വയ്ക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മൾക്ക് ധാരാളം കൊന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം. ഇനി 5 തിരിയിട്ട നിലവിളക്ക് കൃഷ്ണ വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പക്കൽ ഫോട്ടോ ആണുള്ളതെങ്കിൽ അതിന് തൊട്ടടുത്തായിട്ട് വയ്ക്കാവുന്നതാണ്. ഇനി ഭഗവാന്റെ ആ വിഗ്രഹത്തിന് തൊട്ട് മുൻപിലായിട്ടായിരിക്കണം ഓട്ടുരുളി നമ്മൾ വെക്കാനായിട്ട്. ഭഗവാന്റെ വിഗ്രഹത്തിൽ നിഴൽ പതിക്കാത്ത രീതിയിലായിരിക്കണം നിലവിളക്കിൻ്റെ സ്ഥാനം. അതായത് രാവിലെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ആ ദീപപ്രഭയിൽ മറ്റൊരു വസ്തുവിൻ്റെയും നിഴൽ ഭഗവാന്റെ മുഖത്ത് വീഴാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ കേട്ടോ. അങ്ങനെ വന്നാൽ വളരെ ദോഷമാണ്. ഇത് കണിയൊരുക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിലവിളക്കിൻ്റെ വലതു ഭാഗത്തായിട്ട് ഒരു കിണ്ടിയിലെ ജലം നമ്മൾക്ക് വെക്കാവുന്നതാണ്. അതിലൊരു വെളുത്ത പുഷ്പം ഇടണം കേട്ടോ. തൊട്ടടുത്ത് തന്നെ രാവിലെ നിലവിളക്ക് കത്തിക്കാനുള്ള തീപ്പെട്ടിയും ചന്ദനത്തിരിയും എല്ലാം എടുത്ത് വെക്കേണ്ടതാണ്. എന്നിട്ട് കണി നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം ഒന്നും കൂടി നോക്കി ഉറപ്പാക്കുക. നാളികേരം മുഴുവനായിട്ട് ചിലർ വെക്കാറുണ്ട്, എങ്കിലും പൊട്ടിച്ച് 2 മുറിയായി വെക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം. അതിൽ നാണയങ്ങൾ ഇട്ട് വെക്കാവുന്നതാണ്. ചിലർ നാളികേര മുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ വിഷുക്കണി പൂർണ്ണമായും ഒരുക്കി വെച്ച് കഴിഞ്ഞ് രാത്രി നന്നേ ഇരുട്ടിയിട്ടുണ്ടാവും. ഇതിനുശേഷം നേരെ മുറിയിൽ പോയി കിടക്കുക. ഒരിക്കലും വീണ്ടും അടുക്കളയിൽ പോയി ബാക്കി പാത്രം കഴുകാനോ ആഹാര സാധനങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനോ ഒന്നും നിങ്ങൾ വീണ്ടും അടുക്കളയിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ബാക്കി ജോലി ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ മറ്റാരെയെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കുക കേട്ടോ. അതുകൊണ്ട് അന്ന് രാത്രിയിൽ വെള്ളം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ നമ്മൾ മുറിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവയ്ക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കഴിവതും നമ്മൾ കണി ഒരുക്കി കഴിഞ്ഞ് അടുക്കളയിൽ കയറാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നേരെ മുറിയിൽ പോയി കിടക്കാൻ ശ്രദ്ധിക്കുക. കിടന്നു കഴിഞ്ഞാൽ രാവിലെ കണി വിളക്ക് തെളിയിക്കാനേ നമ്മൾ എഴുന്നേറ്റ് വരാവൂ. അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഏപ്രിൽ 15 ബുധനാഴ്ച ബ്രാഹ്മമുഹൂർത്ത സമയത്ത്, അതായത് ഒരു 4:45 ഒരു 5:30 ഇടയിലുള്ള ആ ഒരു സമയത്ത് നമ്മൾക്ക് കണി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തെത്തി കിണ്ടിയിൽ നിന്ന് ജലം 2 കണ്ണിലും വെക്കുക കേട്ടോ. ദേഹത്തൊന്ന് കുടയുക, അല്പം വെള്ളം, അത്രയും മതി. രാത്രിയിൽ കുളിച്ചിട്ട് നിങ്ങൾ ശുദ്ധിയോടുകൂടി തന്നെ ഇരിക്കുകയാണല്ലോ, വേറെ അശുദ്ധിയൊന്നുമില്ല. ഇനി നിലവിളക്ക് കൊളുത്തി ഭഗവാനെ കാണാം. കണിയിലെ ഓരോ വസ്തുക്കളും ആ ദീപപ്രഭയിൽ മനസ്സ് നിറച്ചു കാണുക കേട്ടോ. ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാനോട് ഈ ഒരു വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞതാവാൻ പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളെല്ലാം മാറാൻ, ദുരിതങ്ങളെല്ലാം മാറാൻ, തടസ്സങ്ങളെല്ലാം നീങ്ങാൻ, എല്ലാം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ ഇതെല്ലാം ഭഗവാനോട് ആ ഒരു സമയത്ത് നമ്മൾക്ക് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 48 മിനിറ്റാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ, അതായത് രാവിലെ ഒരു 5:30 മുൻപായിട്ട് ഓരോരുത്തരെയായി വിളിച്ചുണർത്തി കണ്ണുകൾ പൊത്തി കണി കൊണ്ട് നമ്മൾക്ക് കാണിക്കാവുന്നതാണ്. വിഷു കൈനീട്ടം കയ്യിൽ കൊടുക്കാം. ഈ വർഷം സമ്പൽ സമൃദ്ധമാവാൻ മക്കളെ മനസ്സ് നിറഞ്ഞിട്ട് ആ ഒരു സമയത്ത് അമ്മമാർക്ക് അനുഗ്രഹിക്കാം. ഇനി നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭഗവാന്റെ മുഖവും കണിയിലെ ഓരോ വസ്തുക്കളും കണ്ണിറയെ കണ്ട് വാൽക്കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കാനും പറഞ്ഞു കൊടുക്കണേ കേട്ടോ. സരസ്വതി ദേവിയെ സങ്കല്പിച്ചാണ് നമ്മൾ വിഷു കണിയിൽ ഗ്രന്ഥം വെച്ചിരിക്കുന്നത്. ഏത് പുണ്യഗ്രന്ഥവുമാകാം, അതായത് ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത, ദേവി മഹാത്മ്യം എന്തുമാകാം. നമ്മുടെ കൈവശം എന്ത് ഗ്രന്ഥമാണോ ഉള്ളത് അതാവാം. അതിൽ തൊട്ട് തൊഴുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയണേ കേട്ടോ. കൈ നിറയെ നാണയങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷത്തോടെ
സന്തോഷത്തോടെ ആ ഒരു സമയത്ത് നമ്മൾക്ക് അനുഗ്രഹിക്കാവുന്നതാണ്. പഠനത്തിൽ മുന്നേറാൻ സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കാനൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി പ്രാർത്ഥനയോടെ അമ്മയ്ക്ക് രാമായണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തുറക്കാട്ടോ, നേരെ വരുന്ന പേജ് ഒന്ന് വായിക്കുക. വരും വർഷത്തിൻ്റെ എന്തെങ്കിലും സൂചനകൾ ഉറപ്പായും അതിൽ കാണും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ സമ്പൽ സമൃദ്ധമായ ഈ ഒരു വിഷു അതിൻ്റെ എല്ലാ ഐശ്വര്യത്തോടും സന്തോഷത്തോടും കൂടി ആഘോഷിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. സാക്ഷാൽ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി നമ്മോടൊപ്പം നമ്മുടെ വീടുകളിൽ ഈ കണി കാണാൻ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്രയും ആഗ്രഹത്തോടെ അത്രയും പ്രാർത്ഥനകളോടുകൂടി വരും വർഷവും ഏറ്റവും ഐശ്വര്യമായിട്ട് നിറയാൻ വേണ്ടിയിട്ട് തന്നെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ കണി ഒരുക്കാം, കണി കാണാം. ഏവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു വർഷം ആശംസിക്കുന്നു.